സ്ട്രെഞ്ചർ തിങ്സ് ഫിനാലയിൽ നിങ്ങൾക്ക് മിസ്സായ ചില ഹിഡൻ ഡീറ്റെയിൽസ്. ഫിനാലെ കണ്ടു കഴിഞ്ഞ് മിക്കുള്ളവർക്കും ഡൗട്ടുള്ള കാര്യമായിരിക്കും, മൈക്കിന്റെ തിയറി ശരിയാണോ, എൽ ജീവനോടെ ഉണ്ടോ, ഹെൻറി കേവിൽ കണ്ട ആളാരാണ്, ആ സ്റ്റോൺ എന്താണ്, ഇവർ ഡയമെൻഷൻ എക്സിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ ഡെമഗോർഗൻസ് ഒക്കെ ചായ കുടിക്കാൻ പോയേക്കായിരുന്നോ എന്നുള്ള സംശയങ്ങൾ. നമുക്കത് ഓരോന്നായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ആദ്യം തന്നെ 11 മരിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് രണ്ട് രീതിയിൽ നോക്കാം. ഒന്ന്, എല്ല് ശരിക്കും മരിക്കും. കാരണം കാലിക്ക് വെടിയേറ്റ് കഴിഞ്ഞ് ഇവർ ഡയമെൻഷൻ എക്സിൽ പോയിട്ട് വന്നിട്ടാണ് ഇത് സംഭവിക്കുന്നത്. സോ ഓൾറെഡി കാലി മരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ കാലിന്റെ ഇല്യൂഷൻ പവർ അവിടെ നിന്ന് ഗേറ്റ് വരെ എത്തുമോ എന്നുള്ളതൊരു ഡൗട്ടാണ്. കാരണം ഈ സീസണിൽ തന്നെ കാലിനെ ലാബിൽ നിന്ന് രക്ഷിക്കുമ്പോൾ കാലിന്റെ റേഞ്ച് ഓഫ് ഇൻഫ്ലുവൻസ് പോകുന്നത് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ ഗ്രാജുവേഷന് മുന്നേ മൈക്കിന്റെ അടുത്ത് ഹോപ്പർ വന്ന് നിനക്ക് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ 2 റോഡുണ്ട്, ഒന്ന് സഫറിങ്ങും ഒന്ന് അക്സെപ്റ്റൻസും എന്ന് പറയുന്നുണ്ട്. ആൻഡ് നമുക്കറിയാം മൈക്ക് ആ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ആവാനാണ് തീരുമാനിക്കുന്നതെന്ന്. സോ ഈ ഒരു സീനിൽ മൈക്ക് സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആണ് എല്ലിന്റെ തിയറി മൈക്കിന്റെ മനസ്സിലേക്ക് വരുന്നത്. സോ മേ ബി ഈ തിയറി മൈക്കിന്റെ വേ ഓഫ് കോപ്പിംഗ് അപ്പ് ആവാം. ബട്ട് ഇത് ജസ്റ്റ് ഒരു തിയറി മാത്രമാണ്. എനിക്ക് വിശ്വസിക്കാൻ താല്പര്യം മൈക്കിന്റെ തിയറി തന്നെയാണ്. ഈവൻ ഡീറ്റെയിൽസ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ആ തിയറിയാണ് സത്യമെന്നാണ്. ആ സീനിൽ തന്നെ നമുക്ക് കാണാം എൽ മൈക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ബട്ട് തന്റെ പവർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലിന്റെ ക്ലോസപ്പ് ഷോട്ട് കാണിക്കുമ്പോൾ മൂക്കിൽ നിന്ന് ചോരയൊന്നും വരുന്നത് കാണിക്കുന്നില്ല. സോ ദാറ്റ് മീൻസ് ഇറ്റ് മൈറ്റ് ബി ആൻ ഇല്യൂഷൻ. അതുപോലെ കുറെ ഡീറ്റെയിൽസ് അവിടെ ആ സീനിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, ആരാണ് ആ കേവിൽ ഉണ്ടായിരുന്ന ആൾ ആൻഡ് ആ സ്റ്റോൺ എന്താണ്? ആ കേവിൽ ഉണ്ടായിരുന്ന ആൾ ഒരു റഷ്യൻ സ്പൈ ആണ്. ഹെൻറിക്ക് പവർ കിട്ടുന്നതിന് മുന്നേ തന്നെ ഡോക്ടർ ബ്രന്നർ ഡയമെൻഷൻ എക്സിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതെല്ലാം ബ്രോഡ്വേയിൽ നടക്കുന്ന സ്ട്രേഞ്ചർ തിങ്സിന്റെ ഒരു പ്ലേയിൽ കാണിക്കുന്നുണ്ട്. ബട്ട് കറന്റ് നമുക്കത് എവിടെയും അവൈലബിൾ അല്ല. ആ പ്ലേയിൽ ഡോക്ടർ ബ്രന്നറിന്റെ അച്ഛൻ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് ഡയമെൻഷൻ എക്സിലേക്ക് പോയി രക്ഷപ്പെട്ട് തിരിച്ചു വരുന്നതും അത് ഡോക്ടർ ബ്രന്നറിന്റെ അടുത്ത് പറഞ്ഞ് ബ്രന്നർ ഡയമെൻഷൻ എക്സിനെ പറ്റി എക്സ്പെരിമെന്റ് ചെയ്യുകയും ചെയ്യും. സോ അത് ലാബിൽ നിന്ന് അടിച്ചു മാറ്റി പോകുന്ന ഒരു റഷ്യൻ സ്പൈ ആവാം അയാൾ. ആൻഡ് ആ സ്റ്റോൺ അത് ബ്രന്നറുടെ എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ടുള്ള മൈൻഡ് ഫ്ലെയർ പാർട്ടിക്കിൾസ് ആവും. ഡഫർ ബ്രദേഴ്സ് പറഞ്ഞു ആ സ്റ്റോൺ എന്താണെന്നൊക്കെ ഇനി വരാൻ പോകുന്ന സ്പിൻ ഓഫ് സീരീസിലാവും കാണിക്കുക എന്ന്. അടുത്തത്, ഫൈറ്റിന്റെ ടൈമിൽ ഡെമഗോർഗൻസ് എവിടെ എന്നുള്ള ചോദ്യമാണ്. മൈൻഡ് ഫ്ലെയറിന് ഒരു ഫിസിക്കൽ ബോഡി ഇല്ലല്ലോ. സോ മേ ബി ആ ലാസ്റ്റ് ഫോം മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡെമഗോർഗൻസ് എല്ലാം ഒന്നിച്ച് ഫ്ലഷ് ആയിട്ട് ചേർന്നതാവും. ഓർ ഉണ്ടായിരുന്ന ഡെമഗോർഗൻസിനെയൊക്കെ ഇവർ കൊന്നിട്ടുണ്ടാവും. മേ ബി ആ ഹോസ്പിറ്റൽ വെച്ച് കാരൻ കൊല്ലുന്നതാവും ലാസ്റ്റ് ഉണ്ടായിരുന്ന ഡെമഡോഗ്സ്. ആൻഡ് നമുക്ക് ലാസ്റ്റ് ഡസ്റ്റിന് സ്റ്റീവ് മുട്ട പോലത്തെ സാധനം പൊട്ടിക്കുന്ന കാണാം. സോ മേ ബി ഓൾറെഡി ഉണ്ടായിരുന്നതെല്ലാം ചത്തിട്ടുണ്ടാവും. അതുപോലെ ഹോപ്പർ ജോയ്സിനെ പ്രപ്പോസ് ചെയ്യുന്ന സീനിൽ ഹോപ്പറിന് മോണ്ടാക്കിലെ പോലീസ് ചീഫായിട്ട് ഒരു വേക്കൻസി കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. സോ സ്ട്രേഞ്ചർ തിങ്സ് ബേസ് ചെയ്ത് എടുത്തിരിക്കുന്നത് തന്നെ മോണ്ടാക് പ്രോജക്ട് കോൺസ്പിറസി തിയറിനെ ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് വോളിയം 2-ൽ നമുക്ക് മാക്സ് ഹെൻറിന്റെ മെമ്മറിയിൽ കൂടെ നടക്കുമ്പോൾ സ്കൂളിൽ ജോയ്സ് ഒരു ഷോന്റെ പോസ്റ്റർ കൊടുക്കുന്ന കാണാം. ആ പോസ്റ്ററിൽ ഹെൻറിന്റെ പേരും കാണിക്കുന്നുണ്ട്. സോ ഇതും സ്ട്രേഞ്ചർ തിങ്സിന്റെ ബ്രോഡ്വേയിൽ നടന്ന പ്ലേയിലേ കാണിക്കുന്നുള്ളൂ. ഹെൻറി ഹോക്കിൻസിൽ വന്നപ്പോൾ ലോണറായ ഹെൻറിനെ ജോയ്സ് പരിചയപ്പെടുകയും അവൾ നടത്തുന്ന ഡ്രാമയിലേക്ക് അഭിനയിക്കാൻ അവനെ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഡസ്റ്റിന്റെ ഗ്രാജുവേഷൻ സ്പീച്ച് സമയത്ത് കാണാം എഡ്ഡി സീസൺ 4-ൽ ഗ്രാജുവേഷൻ എന്താണോ ചെയ്യുമെന്ന് പറഞ്ഞത് അതാണ് ഡസ്റ്റിൻ അവിടെ ചെയ്യുന്നത്. ആൻഡ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഡസ്റ്റിനെ പാർട്ടിക്ക് വിളിക്കുന്ന അതേ പെണ്ണാണ് സീസൺ 3-ൽ ഡസ്റ്റിനെ പ്രോമിന്റെ ടൈമിൽ റിജക്ട് ചെയ്യുന്നത്. ബട്ട് അങ്ങനെ ഒരു കംബാക്ക് ഡസ്റ്റിന് കൊടുത്തിട്ടും വേറെ സൂസിപ്പു, ഹോക്കിനെ രക്ഷിച്ച സൂസിപ്പുവിനെ കുറിച്ച് ഒരു വിവരവുമില്ല. അതുപോലെ ആർഗെയിൽ, ഡോക്ടർ ഓവൻസ് ഇവരൊക്കെ എവിടെ? ആൻഡ് ഓൾസോ ഒരു കൊല്ലം മറ്റേ കോമയിൽ കിടന്ന മാക്സ് എങ്ങനെ ഗ്രാജുവേറ്റ് ആയി? ബ്രോ വാട്ട്? ആൻഡ് അത്രയുമൊക്കെ കോലാഹലം ഉണ്ടാക്കി അത്രയും മിലിറ്ററിക്കാരെ കൊന്ന ഹോപ്പറിനെ അവർ വെറുതെ അങ്ങ് വിട്ടേതോ? എനിവേ ഇതൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ച ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. നിങ്ങൾ വേറെ ഈസ്റ്റർ എഗ്സോ ഹിഡൻ ഡീറ്റെയിൽസോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഡു കമൻറ്റ്.